ഇനി ഇസ്ലാമിക ഭീകരർക്ക് ആകെ ശരണം അമ്പും വില്ലും. ആശയവിനിമയത്തിന് പ്രാവിനെയോ കാക്കയോ വല്ല മൈനയോ വല്ല ഉപയോഗിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ലോകത്തുള്ള അവശേഷിക്കുന്ന ഭീകരർക്ക് ആകെ ശരണം അമ്പും വില്ലും മാത്രമാണ്. ആശയവിനിമയത്തിന് വല്ല പ്രാവിനെയോ കാക്കയോ മൈനയോ ഒക്കെ ഉപയോഗിക്കേണ്ട അവസ്ഥ വരും. ഒറ്റ വർഷം കൊണ്ട് ഇസ്ലാമിക ഭീകരരെ 6-ാം നൂറ്റാണ്ടിലേക്ക് ഇസ്രായേൽ എത്തിച്ചു എന്ന് വേണം പറയാൻ. കുടിക്കുന്ന വെള്ളത്തെ പോലും വിശ്വസിക്കാൻ ഭയന്ന് നീറി കഴിയേണ്ടി വരുന്ന ഇസ്ലാമിക ഭീകരവാദികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കണം. ഇസ്രായേലിനെ പേടിച്ച് മൊബൈലും ടാബും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തന്നെയും ഉപേക്ഷിച്ച് പകരം ലോകം മുഴുവൻ ഉപേക്ഷിച്ച പേജറുകൾ വഴി ഭീകര പ്രവർത്തനം ആസൂത്രണം ചെയ്ത ഇസ്ലാമിക ഭീകരരെ എത്ര വിദഗ്ധമായാണ് ഇസ്രായേൽ ഉന്മൂലനം ചെയ്തത്. തായ്വാൻ ആസ്ഥാനമായുള്ള ഗോൾഡ് അപ്പോളോ നിർമ്മിച്ച 5000 പേജറുകളാണ് ഹിസ്ബുല്ല തീവ്രവാദികൾ ഓർഡർ ചെയ്തത്. ഈ പേജറുകൾക്കുള്ളിലാണ് സ്ഫോടക വസ്തു ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഒളിപ്പിച്ചത്. ഒറ്റ ക്ലിക്കിൽ 3000-ലധികം ഇസ്ലാമിക തീവ്രവാദികൾ തവിടുപൊടി. എന്നാലും ഹൂറികളുടെ അടുത്ത് എത്തിയാലും കാര്യമില്ല എന്ന അവസ്ഥയിലാക്കിയല്ലോ നാഥ. തീവ്രവാദികളുടെ പാന്റിന്റെ പോക്കറ്റിൽ കിടന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. മൊബൈൽ ഫോണും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ജൂതന്മാരുടെ കണ്ടുപിടുത്തമാണ്. ഇസ്രായേൽ പൗരന്മാരെ ആക്രമിച്ചിട്ട് ലോകത്തെവിടെ പോയി ഒളിച്ചാലും ഇസ്രായേൽ അവരെ കണ്ടെത്തി ഉന്മൂലനം ചെയ്തിരിക്കും. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമെന്ന് ഇസ്ലാമിക തീവ്രവാദികൾ കരുതിയ ഇറാനിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ ഇറാന്റെ ആത്മീയ നേതാവായ തീവ്രവാദിക്കുണ്ടായിരുന്ന അതേ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും ഹമാസ് തീവ്രവാദി സംഘടനാ നേതാവ് ഇസ്മായിൽ ഹനിയെ പൂവറിക്കുന്ന ലാഘവത്തോടെ ഇറാനിൽ കയറി ഇസ്രായേൽ തീർത്തു കളഞ്ഞത്. ഹമാസിന്റെ തലമുതിർന്ന തീവ്രവാദിയെ ഇറാനിൽ കയറി ഇസ്രായേൽ പണിതിട്ട് മാസം 2 കഴിഞ്ഞു. ഇസ്രായേലിനെ ഇപ്പോൾ തീർത്തു കളയും എന്നൊക്കെ പറഞ്ഞ് ഇറാനും ലോകത്തുള്ള സർവ ഇസ്ലാമിക തീവ്രവാദികളും തള്ളാൻ തുടങ്ങിയിട്ട് നാളുകൾ ഒത്തിരിയായി. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. ഇസ്രായേലിനെ ചൊറിഞ്ഞാൽ തവിടുപൊടിയാകും എന്ന് ഇറാൻ അറിയാം. ഇപ്പോൾ ഇസ്രായേൽ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ഇസ്ലാമിക തീവ്രവാദി സംഘടനയെ മുഴുവൻ ഒറ്റ മണിക്കൂർ കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്തു മനസ്സിലായി? 6-ാം നൂറ്റാണ്ടിലെ ബുദ്ധിയും കൊണ്ട് ജൂതന്റെ അടുക്കൽ യുദ്ധത്തിന് പോകരുത്. പന്നികളെ പോലെ പെറ്റുപെരുകിയിട്ട് കാര്യമില്ല. ഉള്ളത് വളരെ കുറവാണ്, എങ്കിലും ക്വാളിറ്റിയിലാണ് കാര്യം. 1000 തീവ്രവാദികൾക്ക് ജൂതൻ പോലും വേണ്ട എന്ന് മനസ്സിലായില്ലേ? ഇസ്രായേലിനെ ഇപ്പോൾ തീർത്തു കളയും എന്നൊക്കെ ഫേസ്ബുക്കിലൂടെയും മറ്റും തള്ളുന്നവർ ഒന്ന് ഓർത്തോളൂ. പേജറിൽ കയറി പണി കൊടുക്കാം എങ്കിൽ ജൂതന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയും മൊബൈൽ ഫോൺ വഴിയും ഒക്കെ അവർക്ക് എന്തൊക്കെ ചെയ്യാമെന്ന്. ഏറ്റവും ക്രൂരമായ കാര്യം, തീവ്രവാദികളുടെ പേജറിൽ അവസാനം വന്ന മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി 72 ഹൂറി മാറി കാത്തിരിക്കുന്നു എന്നായിരുന്നു. മെസ്സേജ് വായിച്ച് കോൾമെയർ കൊണ്ട സന്തോഷത്തോടെ പേജർ പാന്റിന്റെ പോക്കറ്റിൽ ഇട്ടതും ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്കിനി ഒറ്റ വഴിയേ ഉള്ളൂ, 6-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോവുക, അല്ലെങ്കിൽ അമ്പും വില്ലും ആയുധമാക്കുക. ആശയവിനിമയത്തിന് വല്ല പ്രാവിനെയോ കാക്കയോ മൈനയോ മറ്റോ ഉപയോഗിക്കുക. ലെബനനിലെ 3000-ലധികം വരുന്ന ഹിസ്ബുള്ള തീവ്രവാദികളുടെ പാന്റിന്റെ പോക്കറ്റിൽ കിടന്ന പേജർ പൊട്ടിത്തെറിപ്പിച്ച കുറെ തീവ്രവാദികളെ ഹൂറികളുടെ അടുത്ത് എത്തിക്കുകയും 1000-ലധികം തീവ്രവാദികൾക്ക് ഹൂറികളെ കിട്ടിയിട്ടും ഇനി കാര്യമില്ല എന്ന അവസ്ഥയിലാക്കുകയും ചെയ്ത ഇസ്രായേലിന്റെ മാരക ഓപ്പറേഷന്റെ പേരിൽ ലെബനനേക്കാൾ നിലവിളി ഇങ്ങ് കേരളത്തിലാണ് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്തേ ആരുമില്ലാതെ പോയോ?